നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അടുത്തിടെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത്. സിനിമാ മേഖലയിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങളും എത്തിച്ചേർന്ന വിവാഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹം ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്നായിരുന്നു. വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നു. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം. പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി. തന്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത്. ഇപ്പോഴത്തെ വിവാഹശേഷം ഭർത്താവ് ശ്രേയസ് മോഹനൊപ്പമുള്ള മനോഹര ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഭാഗ്യ സുരേഷ്. ഭർത്താവിനും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് ഭാഗ്യ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. കുടുംബിനിയായി മാറിയ ഭാഗ്യ ചിത്രങ്ങളിൽ കാണാൻ കഴിയും. വിവാഹത്തിന്റെ ഒരുക്കങ്ങളും കുടുംബത്തിനൊപ്പമുള്ള നിമിഷങ്ങളും വരന്റെ വീട്ടുകാരോടൊപ്പമുള്ള ചിത്രങ്ങളുമെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു പോസ്റ്റിൽ നിശ്ചയം സീൻ എന്ന് പറഞ്ഞ് കുറേയേറെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ്. വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഭാഗ്യയും ശ്രേയസും. ആ അടുപ്പം സൗഹൃദവുമാണ് ഇപ്പോൾ വിവാഹത്തിൽ വരെ എത്തി നിൽക്കുന്നത്. ഏറെ കാലത്തിനു ശേഷം കുടുംബത്തിൽ ഒരു കല്യാണം വരുന്നതാണ്. അത് ഭംഗിയായി പൂർത്തിയാക്കണമെന്നതാണ് മൂത്ത മകനും ജ്യേഷ്ഠനുമായ എന്റെ കടമ. അനുജത്തി വേറൊരു വീട്ടിൽ പോകുന്നു എന്നൊരു വിഷമം ഒന്നുമില്ല. ശ്രേയസിനെ വളരെ കാലമായി അറിയാം. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അറിയാം. അതുകൊണ്ട് തന്നെ അവൾ പോകുന്നത് അപരിചിതമായ ഒരു വീട്ടിലേക്കല്ല. അത്തരത്തിലൊരു ടെൻഷൻ ഇല്ല. കുടുംബത്തിൽ ഒരു മകൻ കൂടി വരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു നല്ല കാര്യം നടക്കുന്നതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും, ഗോകുൽ സുരേഷ് പറഞ്ഞത്. അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു ഭാഗ്യയുടേത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നു. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിലും എറണാകുളത്തെ വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങിന് ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അന്ന് തന്നെ റിസപ്ഷൻ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് ജനുവരി 19 കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കൾക്കായി പ്രത്യേക വിരുന്നും സുരേഷ് ഗോപി നടത്തി. മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത്, മക്കളായ ദുൽഖർ, സുറുമി, ദുൽഖറിന്റെ ഭാര്യ അമാൽ എന്നിവർ വിവാഹ സൽക്കാരത്തിന് എത്തിയിരുന്നു. ശ്രീനിവാസനും ഭാര്യയും, കുഞ്ചാക്കോ ബോബനും കുടുംബവും, ജയറാമും പാർവതിയും, ടൊവിനോയും കുടുംബവും, ജയസൂര്യയും കുടുംബവും, ലാൽ, സുരേഷ് കൃഷ്ണ, ഹണി റോസ് ഉൾപ്പെടെയുള്ള വലിയ താരനിര അതിഥികളായി എത്തിയിരുന്നു. പൊതുവെ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടക്കുമ്പോൾ ആഭരണങ്ങളുടെ അതിപ്രസരം കാണാം. ഇട്ടുമൂടാൻ സ്വത്തുള്ള സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ ആഭരണത്തിൽ മുങ്ങിയാകും എത്തുകയെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ വളരെ സിമ്പിളായി ഒരു ചോക്കർ മാലയും 2 വളയും 1 ജോഡി ജിമിക്കെ കമ്മലും മാത്രമാണ് ഭാഗ്യ ധരിച്ചത്. വിവാഹത്തിന് ഓറഞ്ച് സാരി തിരഞ്ഞെടുത്ത ഭാഗ്യ കൊച്ചിയിലെ റിസപ്ഷന് വെള്ള ലെഹങ്കയും തിരുവനന്തപുരത്തെ സൽക്കാരത്തിന് പിങ്ക് സാരിയുമാണ് ധരിച്ചത്. ഫുൾ സ്ലീവ് ബ്ലൗസുള്ള പിങ്ക് സാരിയായിരുന്നു ഭാഗ്യയെ കൂടുതൽ സുന്ദരിയാക്കിയതെന്നാണ് ആരാധകർ പറയുന്നത്. ഇതിനൊപ്പം സംഗീത് പരിപാടിക്ക് ഭാഗ്യ ധരിച്ച പച്ച ലെഹങ്കയും വിവാഹത്തിന്റെ തലേദിവസം ധരിച്ച സെറ്റ് ധാവണിയും ഏറെ ചർച്ചയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത്. വിവാഹത്തിന് പിന്നാലെ തൃശൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന റിസപ്ഷൻ ഇരുവരും പങ്കെടുത്തിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.